ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഗ്രോ ബാഗിൽ നട്ട പടവലം വിളവെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് വീഡിയോ കാണാം. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് ചെറിയ കുട്ടിപ്പടവലമാണ്. ഇത് നട്ടിട്ട് 2.5 മാസമേ ആയിട്ടുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ കായകൾ ഉണ്ടായി തുടങ്ങി. ഞങ്ങൾ ചെയ്ത എല്ലാ വീഡിയോയിലും തൈകൾ നടുന്ന രീതികൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർക്കായി ഒന്നുകൂടി പറയാം. മണ്ണ്, പൂഴി അഥവാ മണൽ, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, എല്ലുപൊടി തുടങ്ങിയ മിശ്രിതം മിക്സ് ചെയ്താണ് ഞങ്ങൾ ഗ്രോ ബാഗ് നിറയ്ക്കാറ്. ഇതിൽ തൈകൾ നടുമ്പോൾ നമ്മൾ നട്ട തൈകൾക്ക് പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ഉണ്ടാകും. കൂടാതെ ഗ്രോ ബാഗിൽ മിശ്രിതം നിറയ്ക്കുമ്പോൾ കരിയില ഗ്രോ ബാഗിനടിയിൽ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. തൈ നട്ടതിന് ശേഷവും ഗ്രോ ബാഗിന് മുകളിൽ കരിയില ഇട്ട് കൊടുക്കണം. ഇത് ഈർപ്പം നിലനിർത്താനും കൂടുതൽ ചൂട് തൈകൾക്ക് ഏൽക്കാതിരിക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ 2 പടവലത്തിൻ്റെ തൈകളാണ് ഞങ്ങൾ നട്ടിട്ടുള്ളത്. ഈ 2 തൈകളും ഞങ്ങൾക്ക് കൃഷിഭവനിൽ നിന്നാണ് ലഭിച്ചത്. മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഗ്രോ ബാഗ് ഒരിക്കലും ടെറസിന് മുകളിൽ നേരിട്ട് വയ്ക്കരുത്. ഇവിടെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഒരു പഴയ ഓടിന് മുകളിലാണ് ഗ്രോ ബാഗുകൾ വെച്ചിട്ടുള്ളത്. കാരണം ടെറസിൽ നിന്നുള്ള ചൂട് നേരിട്ട് തൈകൾക്ക് ഏൽക്കാതിരിക്കാനും അതുപോലെ ടെറസ് കേടാവാതിരിക്കുവാനാണ് ഇങ്ങനെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്ന വളത്തെക്കുറിച്ച് പറയാം. വേവിക്കാത്ത പഴങ്ങൾ, പച്ചക്കറികൾ, മുട്ടത്തോട് പോലുള്ള ഫുഡ് വേസ്റ്റിൽ നിന്നും ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് ആഴ്ചയിൽ 1 ദിവസം തൈകൾക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. ഇതുപോലെ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും എല്ലുപൊടിയും കൂട്ടി വെള്ളത്തിലിട്ട് വെച്ച് പുളിപ്പിച്ചതിന് ശേഷം ഒരു കപ്പെടുത്ത് അതിൽ 10 ഇരട്ടി വെള്ളം ചേർത്ത് ആഴ്ചയിൽ 1 ദിവസം എല്ലാ തൈകൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. കയ്പയാണ്, കയ്പ് കുറവുള്ള വെള്ള നിറത്തിലുള്ള കയ്പയാണ്. ഒന്ന് ഞങ്ങൾ പറിക്കാൻ ലേറ്റ് ആയതുകൊണ്ട് അത് പൊട്ടി കീറിപ്പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്കത് പറിച്ചെടുത്ത് ഉണക്കിയതിന് ശേഷം ഉപയോഗിക്കാം. ഈ തൈകളും ഞങ്ങൾക്ക് കൃഷിഭവനിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. ഈ കയ്പയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല വലിപ്പവും ഉണ്ടാവും, കയ്പ് വളരെ കുറവുമായിരിക്കും. ഞാനിവിടെ കയ്പയും പടവലവും ഒറ്റ പന്തലിൽ തന്നെയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. ഈ ഒരു പന്തലിൻ്റെ നടുക്ക് ഇതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് ഒരു പാർട്ടായിട്ട് വള്ളികൾ തമ്മിൽ കൂടി പടരാതിരിക്കാനാണ് ഇങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് പാർട്ടായിട്ട് തിരിച്ചിരിക്കുന്നത്. ഇങ്ങനെ പന്തലിട്ട് ചെയ്യേണ്ട കൃഷികളും നമുക്ക് ടെറസിന് മുകളിൽ ഈസി ആയിട്ട് ടെറസിന് മുകളിൽ എങ്ങനെ ഈസിയായി പന്തലൊരുക്കാം എന്നൊരു വീഡിയോ ഞങ്ങളുടെ സഞ്ജൻ ടെക് എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് സെർച്ച് ചെയ്യുക. നല്ല ഫ്രഷ്. നമുക്കിനി പടവലം വിളവെടുക്കാം. ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ പടവലവും വിളവെടുക്കാനുള്ള പാകമായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. കീടനാശിനികളൊന്നും അടിക്കാത്ത നല്ല ഫ്രഷ് പടവലം നമുക്ക് കഴിക്കാം പാകം ചെയ്ത്. ഇനി നമുക്ക് കുറച്ച് കയ്പയും കൂടി വിളവെടുക്കാം. ഇത് മുന്നേ വിളവെടുത്തതാണ്. ഇത് വലിയ ഒരു തരം കയ്പയാണ്. കയ്പും വളരെയധികം
കുറവാണ്. വിളവെടുക്കാം. ഈ പൊട്ടിക്കീറിയ കയ്പയോടി വിളവെടുക്കുന്നുണ്ട്. ഇത് ഉപ്പിട്ട് ഉണക്കി നമുക്ക് കഴിക്കാലോ. നമുക്ക് വെണ്ട കൂടി നിൽക്കുന്ന വെണ്ട വിളവ് തരാൻ തുടങ്ങിയിട്ട് 2 മാസക്കാലമായി. ഞാൻ ടെറസിന് മുകളിൽ വീട്ടിലേക്ക് ആവശ്യമായ വെണ്ട, പടവലം, കയ്പ, ചീര, പയർ, മല്ലിയില, മിൻറ്റ്, വഴുതിന തുടങ്ങിയ എല്ലാ കാര്യം പറയാനുള്ളത് കൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾ നട്ട തൈകൾക്ക് ചൂടുകാലമായതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞങ്ങൾ കുറച്ച് പച്ചക്കറികളൊക്കെ ഇവിടെ എല്ലാവരും എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ എല്ലാ വീടുകളിൽ വിഷരഹിത പച്ചക്കറികൾ ഇന്നത്തെ വീഡിയോ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.